കഴിഞ്ഞ ദിവസമാണ് അനന്തുവിൻ്റെ മരണത്തെ തുടർന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ ഒരു പ്രസ്താവന നടത്തിയത്. ഈ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ വലിയ തരത്തിൽ ശക്തി പ്രാപിക്കാൻ തുടങ്ങിയതോടെ അദ്ദേഹം പറഞ്ഞത് മരണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് തരത്തിലുള്ള ഒരു വാക്കാണ് പ്രയോഗിച്ചത്. എന്നാൽ ഇത് കേട്ട ഉടൻ തന്നെ പ്രതിപക്ഷ കക്ഷികൾ പ്രത്യേകിച്ച് നമുക്ക് തിരികെ എത്താം. ഇപ്പോൾ സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കാണുകയാണ്. ഉരുണ്ട് കളിക്കാം. കേരളത്തിൽ ഇന്നലെ മാധ്യമങ്ങളെല്ലാം ചർച്ചയാക്കിയത് മന്ത്രിയുടെ പ്രസ്താവനയായിരുന്നല്ലോ. CPM-ന്റെ നേതാക്കന്മാർ ഏറ്റുപിടിച്ചത് അദ്ദേഹത്തിന്റെ നിലപാടായിരുന്നല്ലോ. ഞങ്ങൾ വെല്ലുവിളിച്ചത് എന്താണ്? ആ ഗൂഢാലോചനയുണ്ടെന്ന് മന്ത്രി പറഞ്ഞ സർക്കാർ ആ ഗൂഢാലോചന തെളിയിക്കണമെന്നാണ്. ഒരു പിഞ്ചു ബാലൻ 15 വയസ്സുകാരൻ ദാരുണമായി മരിച്ച സംഭവത്തിൽ ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങളാണ് അവിടെ ഇലക്ട്രിക് ലൈൻ വലിച്ചത്, ഞങ്ങളാണ് ആ പയ്യനെ അങ്ങോട്ട് നയിച്ചത് എന്നല്ല എൻ്റെ അർത്ഥം വരുന്നത്. ഇത്ര ക്രൂരമായ ഫോൺ കോൾ പരിശോധിക്കാൻ ഒരാളെ പിടിച്ചല്ലോ. CPM-ന്റെ നേതാക്കന്മാർ പറഞ്ഞു ഈ പ്രതിയുടെ ഫോൺ കോൾ പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരെങ്കിലും അവിടുത്തെ DCC പ്രസിഡന്റോ UDF-ന്റെ നേതാക്കന്മാരോ AP അനിൽകുമാർ MLA-യോ ഇവരാരെങ്കിലും ഈ പ്രതിയെ വിളിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ആരെങ്കിലും ഇതിൽ ഗൂഢാലോചനയുണ്ടോ? എന്തൊക്കെയായിരുന്നു അവരുടെ വ്യാഖ്യാനങ്ങൾ, ആവശ്യങ്ങൾ എന്തായിരുന്നു? അപ്പോൾ ഇത് പിൻവലിച്ച് മാപ്പ് പറയാൻ ഇനിയെങ്കിലും മന്ത്രി തയ്യാറാകണം. ഇല്ലെങ്കിൽ ഞങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു, മന്ത്രിക്ക് നിർദ്ദേശം നൽകണം. ഇത് തെറ്റായി പോയി എന്ന് സമ്മതിക്കാൻ ഗോവിന്ദ മാഷക്കും ബാധ്യതയാണ്. സർക്കാരല്ലാതെ ആരാണ് ഉത്തരവാദി? വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്ന് നാട്ടിലിറങ്ങുന്നതിന് ഇലക്ട്രിസിറ്റി നിയമവിരുദ്ധമായിട്ട് ദുരുപയോഗം ചെയ്യുന്നതിന് ആരാ ഉത്തരവാദി? നേരത്തെ പരാതി ഉണ്ടായിരുന്നല്ലോ. അത് പരിശോധിക്കാനോ നടപടി സ്വീകരിക്കാനോ തയ്യാറായോ? വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്ന് നാട്ടിലിറങ്ങുന്നത് തടയാൻ കഴിയാത്ത സർക്കാരിൻ്റെ ഉത്തരവാദിത്വമല്ലേ? ഈ മന്ത്രിയുടെ ഉത്തരവാദിത്വമല്ലേ? അദ്ദേഹം തികഞ്ഞ പരാജയമല്ലേ? അക്കാര്യത്തിൽ ഇനി ഉരുണ്ട് കളിച്ചിട്ട് കാര്യമില്ല. ഇന്ന് വിജയരാഘവൻ അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ആംബുലൻസിൽ കുട്ടികളെ പരിശോധനകളെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു സമരം നടത്തുന്ന തിരക്കിലായിരുന്നു എന്നാണ്. മാത്രമല്ല ഈ ദുരിതമായ സമകാലത്ത് പങ്കുവച്ചിരുന്നു. അത് വലിയ രീതിയിൽ വിമർശനത്തിന് ഇതേവാകുന്നുണ്ട്. ഒരു വിമർശിക്കേണ്ട ഒരു കാര്യവും UDF-ന്റെ ആരുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. അതാണ് ഞാൻ പൊതുയോഗത്തിൽ ചോദിച്ചത്. ഞങ്ങൾ ആരുടെയും വീട് കത്തിച്ചിട്ടില്ല. MV രാഘവന്റെ വീട് കത്തിച്ചവരാണ്. ബസ്സിൽ യാത്രക്കാരെ കത്തിച്ചവരാണ്. മിണ്ടാപ്രാണികളെ, പക്ഷികളെയും പാമ്പുകളെയും പറശ്ശിനിക്കടവിൽ കത്തിച്ചവരാണ്. കേരള നിയമസഭ തല്ലി തകർത്ത് സ്പീക്കറുടെ ചേംബർ തകർത്തവരാണ്. സ്പീക്കറുടെ കസേര മറിച്ചിട്ടവരാണ്. അവിടുത്തെ കമ്പ്യൂട്ടറും അവിടുത്തെ ഫോണും തകർത്തവരാണ്. മൈക്ക് തകർത്തവരാണ്. അപ്പം ഞങ്ങളെ മര്യാദ പഠിപ്പിക്കുന്നു. അവരിൽ നിന്ന് മര്യാദ പഠിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. വനം മന്ത്രി സത്യത്തിൽ റോമാ സാമ്രാജ്യം കത്തിയെരിയുമ്പോൾ നീറോ ചക്രവർത്തി വീണ വായിക്കുകയായിരുന്നു. വയനാട്ടിലെ നമുക്കറിയാം, മാനന്തവാടിയിൽ രാധ എന്ന തൊഴിലാളി ജോലിക്ക് പോകുന്ന സമയത്താണ് രാധയെ കടുവ പിടിച്ചത്. രാധയെ കടുവ ഭാഗികമായിട്ട് ഭക്ഷിച്ചു. രാധയുടെ ശരീരഭാഗങ്ങൾ കടുവയുടെ വയറ്റിൽ നിന്ന് കിട്ടി. രാധയുടെ തലച്ചോറും രാധ ധരിച്ചിരുന്ന ആഭരണങ്ങളും കടുവയുടെ വയറ്റിൽ നിന്ന് കിട്ടി. ആ സമയത്ത് ജനങ്ങൾ പ്രതിഷേധിക്കുമ്പോൾ, ആ വീടും നാടും വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ നമ്മളുടെ ബഹുമാനായ വനമന്ത്രി കോഴിക്കോട്ട് അദ്ദേഹം പാട്ടുപാടി ഉല്ലസിക്കുകയായിരുന്നു. അതാണ് അദ്ദേഹത്തിന്റെ വിഷയങ്ങളുടെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അജണ്ടയല്ല, വിവരക്കേടും അല്പത്വം. അജണ്ടയല്ല. മുഖ്യമന്ത്രി അതിന് മിണ്ടിയിട്ടില്ലല്ലോ. ഞാൻ മുഖ്യമന്ത്രിയോട് ആ കാര്യത്തിൽ അഭിപ്രായം ചോദിക്കുകയാണ്. മുഖ്യമന്ത്രി പ്രതികരിക്കണം. വനമന്ത്രി മാപ്പ് പറയണം. മുഖ്യമന്ത്രി പ്രതികരിക്കണം. അജണ്ടയല്ല, വിവരക്കേട് അല്പത്വമാണ്, അഹങ്കാരമാണ്. അഹങ്കാരവും ധാർഷ്ട്യവുമാണ്. അദ്ദേഹം അത് കൃത്യമായിട്ടാണ് പറഞ്ഞത്. ഈ വനം മന്ത്രിയുടെ ഈ ധിക്കാരത്തിന് നിലമ്പൂരിലെ വോട്ടർമാര് ബാലറ്റ് പേപ്പറിലൂടെ മറുപടി പറയും. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. AK ശശീന്ദ്രന്റെ പ്രതികരണത്തിൽ രൂക്ഷഭാഷയിൽ വിമർശിച്ചിരിക്കുകയാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. മാധ്യമങ്ങളെ കാണുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത്. വനമന്ത്രി മാപ്പ് പറയണമെന്നാണ് KPCC അധ്യക്ഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ തുടർ വാർത്തകളുമായി D ബിനോയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ബിനോയ്, ഇപ്പോൾ KPCC അധ്യക്ഷൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴും AK ശശീന്ദ്രനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത്.
വനമന്ത്രി മാപ്പ് പറയണമെന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ KPCC അധ്യക്ഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങൾ